എല്ലാവർക്കും റിഡക്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ റീസെൻ്റ്ലി ഈ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ചാനലിൽ എന്തുതരം കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെന്നത്. അപ്പം വോട്ട് ചെയ്ത ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ക്ലോസ് ടു 68-70% ആളുകൾക്ക് ഇഷ്ടം എത്തിസം കണ്ടൻറ്റും അറൗണ്ട് 30% ആളുകൾക്ക് ഇഷ്ടം പൊളിറ്റിക്സ് കണ്ടൻറ്റുമാണ്. അത് നമ്മൾ ചോദിക്കാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ വ്യൂസ് കുറവും, എത്തിസം കണ്ടൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വലിയ ഒരു വ്യൂ കിട്ടുന്നതായിട്ട് ഞങ്ങൾക്കൊരു തോന്നി. അപ്പം എന്താണ് കാരണം? ഇതിന് എന്താണ് ഈ യൂട്യൂബിൻ്റെ വല്ല അൽഗോരിതമാണോ, അതോ എന്താണ് സംഭവം? നമ്മുടെ കണ്ടൻറ്റ് കൊള്ളാത്തതാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടി, നമ്മുടെ ഓഡിയൻസിൻ്റെ ഡെമോഗ്രഫി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓഡിയൻസിനോടുള്ള റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊളിറ്റിക്കൽ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ പേഴ്സണലി ഞങ്ങളുടെ ആഗ്രഹം അത് ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്നാണ്. സോ ഞങ്ങൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാല്യുബിളാണ്, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പ്സ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, അത് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, വാട്സപ്പ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ടെലഗ്രാം ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ മാക്സിമം ഇത് ആളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷനാണ്. പൊളിറ്റിക്സ് ബേസ്ഡ് കണ്ടൻറ്റ് കൂടുതൽ ചെയ്യാനും ഒരു സഹായമായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. We're going to have strong, incredible borders, and people are going to come into our country, but they're going to come into our country legally. Remigration heißt die große Aufgabe, und die werden wir beherzt angehen. Italy is on course to cementing a historic election result, electing its most right-wing government since World War II. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും വലതുപക്ഷ നേതാക്കൾ വളരെ ശക്തപ്പെടുന്നുണ്ട്. ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് വളരെ പോപ്പുലർ ആവുന്നു എന്ന് മാത്രമല്ല, അവർ പല സ്ഥലങ്ങളിലും അധികാരത്തിലെത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് USA ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം സ്റ്റീവൻ പിങ്കർ പോലുള്ള ഒരു സാമൂഹിക ചിന്തകരൊക്കെ പറഞ്ഞ ലോകം വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. തീവ്രവാദം കൊണ്ട് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. പട്ടിണി കൊണ്ട് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ന്യൂക്ലിയർ ആംസ് കുറയുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ റൈറ്റ് വിങ് നേതാക്കൾ അധികാരത്തിൽ വരുന്നത്? ഇത് ഈ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് അത് കുറച്ച് റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് സീനോഫോബിക് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് സ്ത്രീ വിരുദ്ധർ, ആൻറ്റി ട്രാൻസ് ആയിട്ടുള്ള ആളുകളുടെ മൂവ്മെൻറ്റാണ്, അവരാണ് ഇവരെ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വെച്ചാൽ, ഇത്രയും ഹ്യൂജ് സപ്പോർട്ട് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ഇത്രയും വലിയ സപ്പോർട്ട് കൂടി എങ്ങനെയാണ് ഇവർക്ക് വരാൻ പറ്റുന്നത്? ഇത്രയും ആളുകൾ എങ്ങനെയാണ് റേസിസ്റ്റ് ആവുന്നത്? ഇത്രയും ആളുകൾ എങ്ങനെയാണ് സെക്സിസ്റ്റ് ആവുന്നത്? ഇത്രയും ആളുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫോബ് ആവുന്നത്? ഇപ്പോഴും പല ആളുകൾക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന കാര്യം ആളുകൾ മറന്നു പോവുകയാണ്. എന്തുകൊണ്ട് ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്നാണ് അടുത്ത ചോദ്യം. ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ഒരു കാരണം എന്നത്, ആളുകളൊരു മെറ്റീരിയൽ ഡിപ്രവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അഥവാ ഭൗതികപരമായിട്ടുള്ള ഒരു ജീർണതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പല ഇൻഡിക്കേഷൻസ് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. Because according to Harvard University, half of all renters in the U.S. are paying more in rent than they should. Now, that's defined as a rent using up more than 30% of your income. There are now growing calls for a student loan bill of rights, or some set of nationwide protections for the millions buckling under crushing debt. The higher costs of higher education is creating a stranglehold on mobility for some, and many say it's only getting worse. In tonight's Health Watch, we will take a look at the growing crisis of medical debt in America. According to a Kaiser Family Foundation poll, 25% of adults with medical debt owe more than $5,000. In a partnership with Kaiser Health News, CBS's Anna Werner takes a look at the devastating costs it's having on families. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇവരുടെ ഇൻകത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. വേജ് സ്റ്റാഗ്നേറ്റഡ് ആണ്. ലോവർ ഇൻകം മിഡിൽ ഗ്രൂപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് കൃത്യമായ ബോധ്യമുണ്ട്, ഞാൻ എത്ര പണിയെടുത്താലും എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മിഡിൽ ഇൻകം ഗ്രൂപ്പിലേക്കോ ഹയർ ഇൻകം ഗ്രൂപ്പിലേക്കോ പോകാൻ പറ്റുകയില്ലെന്ന്. ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം, എൻ്റെ ജീവിതത്തിൽ എന്തായാലും എനിക്ക് നല്ലൊരു വീട് കിട്ടാൻ പോകുന്നില്ലെന്ന്. മിക്ക ആളുകൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചികിത്സ കിട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ ഫ്രസ്ട്രേറ്റഡ് അല്ല എങ്കിൽ പിന്നെ എന്താണ് നടക്കുക?
ഇതൊന്നുമല്ല ഈ നവലിബറൽ നയങ്ങൾ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഫ്രീഡമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ബിൽ ഗേറ്റ്സിനെ തോൽപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് ശതകോടീശ്വരനാകാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് പണിയെടുത്താൽ മതി, കഷ്ടപ്പെട്ടാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വപ്ന കഥകളാണ് ഇവർക്ക് വിറ്റത്. പക്ഷേ ഇവർ ജീവിതത്തിൽ പണിയെടുക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ എല്ലാവർക്കുമുള്ള അവസരം, എല്ലാവർക്കുമുള്ള ഫ്രീഡം ഇവയെല്ലാം പേപ്പറിൽ മാത്രമാണ്. ആക്ച്വലി ഇത് കുറച്ച് ക്യാപിറ്റലുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സംഭവമാണെന്നും എല്ലാവർക്കും ഇതൊന്നും കിട്ടുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവരെ ഹിറ്റ് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഈ വിഷയത്തെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. മാത്രമല്ല 2008 പോലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുമ്പോഴും ആളുകളുടെ ജോലി പോകുന്നു, ആളുകൾ പട്ടിണിയിൽ പോകുന്നു. അപ്പോഴൊക്കെ ഇവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകൾ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ്. പക്ഷേ അന്നുള്ള സർക്കാരുകളൊക്കെ ചെയ്യുന്നത് അവിടുത്തെ കമ്പനികളെ രക്ഷിക്കാനാണ്. കമ്പനികൾ രക്ഷപ്പെടണം. കമ്പനികൾ രക്ഷപ്പെട്ടാൽ അവർ വീണ്ടും തൊഴിലും സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇവർ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇവിടുത്തെ സിസ്റ്റത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇവിടുത്തെ എക്സ്പേർട്സിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. With every ounce of heart and might and sweat and soul, we're going to keep making America great again. And that is why tonight I stand before you to officially launch my campaign for a second term as President of the United States. ഇവിടെ തർക്കമുള്ള വിഷയം എന്ന് പറയുന്നത് ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നല്ല. ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ തർക്കിക്കുന്നത് ഇൻകം ഇനീക്വാലിറ്റി നല്ലതാണോ മോശമാണോ എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള പല സാമൂഹിക നിരീക്ഷകരും അനലിസ്റ്റുകളും ബുദ്ധിജീവികളും ഒക്കെ പറയുന്നത് ഇതൊരു നല്ല കാര്യമാണ്. സാമ്പത്തിക അസമത്വം എന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ല, അതൊരു നാച്ചുറൽ കാര്യമാണ്, അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്, അതിനെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നതെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ ഇൻകം ഇനീക്വാലിറ്റി, വെൽത്ത് ഇനീക്വാലിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സമൂഹത്തിൽ നടക്കുന്നത് റിസോഴ്സസ് കുറച്ച് മനുഷ്യർക്ക് മാത്രം ആക്സസിബിൾ ആകുന്നു എന്നാണ്. അല്ലെങ്കിൽ നല്ല റിസോഴ്സുകൾ കുറച്ച് മനുഷ്യർക്ക് മാത്രം ആക്സസിബിൾ ആകുന്നു എന്നാണ്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ. നല്ല എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നല്ല പൈസയുള്ള ആളുകൾക്ക് കിട്ടും. നല്ല ഹെൽത്ത് കിട്ടണമെങ്കിൽ നല്ല പൈസയുള്ള ആൾക്കേ കിട്ടത്തുള്ളൂ. നല്ല ഫുഡ് കിട്ടണമെങ്കിൽ നല്ല പൈസയുള്ള ആൾക്കേ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടും പറമ്പൊക്കെ പണയം വെച്ച് പോകേണ്ട ഒരവസ്ഥയും നിങ്ങൾ പണിയെടുക്കുന്ന കമ്പനിയുടെ സിഇഒയ്ക്ക് അതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരവസ്ഥയും വരുന്നു. അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് മൊത്തം ഈ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് ഇൻകം ഇനീക്വാലിറ്റി ഉള്ള ഒരു സമൂഹത്തിൽ ആളുകളുടെ ജീവിത സാഹചര്യം തന്നെ വളരെ ദുരിതമാവുകയാണ്. കുറച്ച് ആളുകൾക്ക് മാത്രം നല്ല ജീവിതവും ബാക്കി ആളുകളെല്ലാം ദുരിതപൂർണ്ണമായൊരു ജീവിതത്തിൽ നിൽക്കും. നിങ്ങളുടെ GDP വളരെ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നില്ല. ഇത് കാരണം ഉണ്ടാകുന്നത് സമൂഹത്തിലൊരു സോഷ്യൽ കൊഹീഷൻ ഇല്ലാതാകും. സോഷ്യൽ കൊഹീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര സഹകരണത്തോടുകൂടി ഒരു സമൂഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ സോഷ്യൽ കൊഹീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില്ലാതാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൂടുതലുള്ള ആളുകളും പൈസ കുറവുള്ള ആളുകളും തമ്മിലൊരു ഡിവൈഡ് ഉണ്ടാക്കുകയാണ്. പൈസ ഒരുപാടുള്ള ആളുകളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആളുകൾ നല്ലപോലെ പണിയെടുക്കാത്തതുകൊണ്ടാണ്. എന്നെപ്പോലെ നല്ല കഴിവോടുകൂടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാനിവിടെ സമ്പത്തുണ്ടാക്കുന്നു, അതുപോലെ ചെയ്യാൻ പണിയെടുക്കാൻ മടിയുള്ള ആളുകളാണ് ഈ പൈസ ഇല്ലാത്തവർ എന്നൊരു മനോഭാവം അവർക്കുണ്ടാകുന്നു. മാത്രമല്ല ഞാനുണ്ടാക്കുന്ന പൈസ എല്ലാം ടാക്സ് ആയിട്ട് എന്നിൽ നിന്ന് പിരിച്ച് വെറുതെ ഫ്രീ ബീസായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് എന്നൊരു മനോഭാവം കൊടുക്കണം. ഇവർ അട്ടകളെ പോലെ ജീവിക്കുന്ന മനുഷ്യരാണെന്ന്, ഇവർ സമൂഹത്തെ ഊറ്റി ജീവിക്കുന്ന മനുഷ്യരാണ് എന്നൊരു ചിന്ത പണക്കാരിലുണ്ടാകുന്നു. നേരെ തിരിച്ച് പാവപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത് ഞാൻ പട്ടിയെ പോലെ പണിയെടുക്കുകയാണ്, ഞാൻ അടിമയെ പോലെ പണിയെടുക്കുകയാണ്, എന്നിട്ടും എൻ്റെ ജീവിതത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, എത്ര പണിയെടുത്തിട്ടും എൻ്റെ കഷ്ടത മാറുന്നില്ല. പണക്കാരനും സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ല, പാവപ്പെട്ടവനും സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ല. ഏത് നിമിഷവും എൻ്റെ ജീവിതം ഇല്ലാതാക്കും എന്നൊരു പേടിയിലാണ് ഇവർ ജീവിക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ പഠനം കാണിക്കുന്ന ആളുകൾ നാഷണലിസ്റ്റിക് ഐഡൻറ്റിറ്റീസിലേക്ക് കുടിയേറുന്നതാണ്. എൻ്റെ രാജ്യം, എൻ്റെ മണ്ണ്, എൻ്റെ പിതൃഭൂമി, മാതൃഭൂമി, എൻ്റെ കൾച്ചർ, രാജ്യസ്നേഹം, ഇങ്ങനെയുള്ള പല ഐഡിയാസ് വരികയാണ്. കാരണം ഇത്തരം ഐഡൻറ്റിറ്റീസിലേക്ക് ആളുകൾ പോകുമ്പോൾ ആളുകൾക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. Under Republican leadership, America is winning again. America is respected again because we are putting America first. ആൻറ്റി നാഷണലിസ്റ്റിക് ഐഡൻറ്റിറ്റീസിലേക്ക് ആളുകൾ പോകുമ്പോൾ ഇവിടെ ഫാർ റൈറ്റ് പോപ്പുലിസത്തിന് വളരെ നല്ലൊരു ഗ്രൗണ്ട് വീണ്ടും സെറ്റ് ആവുകയാണ്. ഇപ്പോൾ ഇൻകം ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു
ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനും സോഷ്യൽ കൊഹീഷൻ തകർക്കാനും ഒരു നല്ലൊരു ഗ്രൗണ്ട് സെറ്റാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഫാർ റൈറ്റ് പോപ്പുലിസം മൂവ് ആകണമെന്നില്ല. ഫാർ റൈറ്റ് പോപ്പുലിസം ഇനി സക്സസ്ഫുൾ ആകണമെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആളുകളിങ്ങനെ ഡിവൈഡായിട്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത് 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് റൈറ്റ് വിങ് ഐഡിയാസും ഒന്ന് ലിബറൽ ഐഡിയാസും. റൈറ്റ് വിങ് ഐഡിയാസിൽ നിന്നും അവർ കേൾക്കുന്ന മെസ്സേജുകളൊക്കെ എന്തൊക്കെയായിരിക്കും? മുസ്ലിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ രാജ്യത്തിൽ ഇസ്ലാമികവൽക്കരണം നടത്തുന്നു. നിങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി കയറി വന്ന് നിങ്ങളുടെ തൊഴിലുകൾ ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. മരുന്ന് മാഫിയ നിങ്ങളുടെ കുട്ടികളെ ട്രാൻസ്ജെൻഡർ ആക്കാനും കാസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടി നടക്കുകയാണ്. നിങ്ങളുടെ ടാക്സ് മണി ഗവൺമെൻറ് മൊത്തം മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് കൊടുക്കുന്നത്. കഴിവില്ലാത്ത ആളുകൾക്ക് സംവരണം കൊടുത്ത് നിങ്ങളെപ്പോലുള്ള കഴിവുള്ള മനുഷ്യർക്ക് തൊഴിൽ ഇവിടെ നഷ്ടമാകുന്നു. അതേസമയം ലിബറൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ഒക്കെ എന്താണ്? മോദി വർഗീയവാദിയാണ്, ഇവരിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് ആളുകൾ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രശ്ന പരിഹാരത്തെക്കുറിച്ചുമുള്ള കുറേ വാക്കുകളും കുറേ ഐഡിയോളജിയും കുറേ നറേറ്റീവുമാണ് കേൾക്കുന്നതെങ്കിൽ ലിബറൽ മീഡിയയിൽ നിന്നും ഈ ജനത കേൾക്കുന്നത് പ്രത്യേകിച്ച് ഒരു ആക്ഷനെ കുറിച്ചല്ല. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. അതെന്ത് മണ്ടൻ സൊല്യൂഷൻ ആണെങ്കിലും അവരെടുക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ കൺട്രിക്ക് ചുറ്റും ഒരു ബോർഡർ പണിതാൽ നിങ്ങളുടെ പ്രശ്നം മാറും എന്ന് പറഞ്ഞാലും അവരെടുക്കും. കാരണം അവർക്ക് വേണ്ടത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും, സിസ്റ്റം മാറണം, സിസ്റ്റത്തിന് ചേഞ്ച് വേണം എന്നാണ്. നമ്മൾ ചേഞ്ചിന് വേണ്ടി വോട്ട് ചെയ്യും എന്നതൊരു മനോഭാവം മാത്രമാണ് അവർക്കുള്ളത്. ആൻഡ് റൈറ്റ് വിങ് പോപ്പുലിസം എപ്പോഴും ചേഞ്ച് ആണ് പറയുന്നത്. ഇപ്പോഴത്തെ സിസ്റ്റം സ്റ്റാറ്റസ് കോ ഞങ്ങൾ മാറ്റുമെന്നാണ് പറയുന്നത്. ലിബറലുകൾ അങ്ങനല്ല. ലിബറൽ നയങ്ങൾ എപ്പോഴും ഒരു സേഫായിട്ട് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ നിർത്താൻ ശ്രമിക്കും. അവരും ഇവരും എല്ലാവരും സന്തോഷത്തോടെ പോകും, നമുക്ക് നടുക്കണ്ടം ന്യൂട്രേഷുകളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ നടുക്കണ്ടം ന്യൂട്രേഷ് നയം ആളുകൾക്ക് ഒരു അഴകുഴമ്പൻ നയമായിട്ടേക്ക് എടുക്കത്തുള്ളൂ. ഈ ലിബറൽ പാർട്ടീസ് ഒരു സമൂഹം പുരോഗമിക്കുമ്പോഴും സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോഴും എല്ലാവരും സമാധാനത്തോടെയും സഹകരണത്തോടെയും കൂടെ പോകുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസാണ് ഈ ലിബറൽ ചിന്താഗതി. അത് നമുക്ക് ഇന്ത്യയിൽ കാണാം. ഇന്ത്യയിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവരൊരു സെൻട്രിസ്റ്റ് നയമാണ് എടുക്കുന്നത്. നിങ്ങൾ അമേരിക്കയിൽ നോക്കുക, കമല ഹാരിസിന് എത്ര പുരോഗമന രാഷ്ട്രീയം പറഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ സെൻട്രിസ്റ്റ്, ഞങ്ങളങ്ങനെ അവിടെയും ഇല്ല ഇവിടെ ഇല്ല, ചായാതെ ചരിയാതെ പോകുന്നു എന്നാണ്. ഈ സമൂഹത്തിലെ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ഈ ചായാതെ ചരിയാതെ ഉള്ള ആളുകളല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് മാറ്റത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ്. യൂറോപ്പിലും ഈ റൈറ്റ് വിങ് ആളുകൾ ഇങ്ങനെ വരുന്നതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്ക് ഒപ്പോസിങ് ആയിട്ട് വരുന്ന പാർട്ടി എന്ന് പറയുന്നത് ഒരു സെൻട്രിസ്റ്റ് നയമാണ്. അവിടെ ഇല്ല ഇവിടെ ഇല്ല, ഞങ്ങൾ ന്യൂട്രലാണ്, ഞങ്ങളെല്ലാവരുടെയും കൂടെയാണ്, ഞങ്ങളെല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ കൺവിൻസിങ് അല്ലാതെ പോകുന്നു. ഇവിടെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് വിങ് പോപ്പുലിസം വന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ചെയ്യുന്നത്. അവരെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ആയിരിക്കും പ്രപ്പോസ് ചെയ്യുന്നത്. ആ സൊല്യൂഷൻ ഇവരുടെ ജീവിതത്തെ കൂടുതൽ കുളമാക്കുന്ന സൊല്യൂഷൻ ആണെങ്കിൽ പോലും ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ആളുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടിയാൽ മതി. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാകും. എക്കണോമിക് ഇനീക്വാലിറ്റി കാരണം എന്താണ് ഉണ്ടാകുന്നത്? ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർവ്വമാകുന്നു. ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആകും. ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സമയത്ത് ഇവിടെ ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാകുന്നു. ആ ഗ്രൗണ്ടിലേക്ക് മിസ്ഇൻഫോർമേഷൻ, ഡിസ്ഇൻഫോർമേഷൻ, ഹെയ്റ്റ് സ്പീച്ച്, നറേറ്റീവ്സ്, ഈ വക കാര്യങ്ങളുമായിട്ട് റൈറ്റിംഗ് വരുന്നു. അപ്പോൾ ഇവരെ തടയാൻ ലിബറൽക്ക് പറ്റത്തില്ല. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെയുള്ള പല ന്യായങ്ങളിലാണ് ലിബറലിസം നിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച്, അയ്യോ അവരൊന്നും ചെയ്യാൻ പാടില്ല, അവർ പറയുന്ന ആശയം കൊണ്ട് നമ്മൾ നേരിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ആശയത്തെ നേരിടാനോ അല്ലെങ്കിൽ ഇവർ കള്ളന്മാരാണെന്നുള്ള കുറേ ശ്രമങ്ങൾ ഇവർ നടത്തുന്നു. അതെല്ലാം പാളിപ്പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേറ്റഡ് ആളുകൾ ഇമോഷൻസിലായിരിക്കും വീഴുന്നത്. ഈ ഫ്രസ്ട്രേറ്റഡ് ആളുകൾ ഒരിക്കലും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലല്ല വീഴുക. അവർ അവരുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നുള്ള നറേറ്റീവ്സിലായിരിക്കും വീഴുക. അവർ റൈറ്റ് വിങ് നറേറ്റീവ്സിൽ വീഴും. ആ റൈറ്റ് വിങ് ആളുകൾ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നിട്ട് അവരവരുടെ മണ്ടൻ ആശയങ്ങൾ നടത്തും. അത് കൂടുതൽ എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാക്കും. ആ എക്കണോമിക് ഇനീക്വാലിറ്റി കാരണം എന്തോ വീണ്ടും ആളുകൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ഇതിങ്ങനെ റൈറ്റ് വിങ് ഇങ്ങനെ വിഷ്യസ് സർക്കിളിലൂടെയാണ് ശക്തിപ്പെടുന്നത്. ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് റൈറ്റ് വിങ് വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കാരണങ്ങളുണ്ട് റൈറ്റ് വിങ് പോപ്പുലിസം വളരാനുള്ള. ഒന്ന്, ഇക്കണോമിക് ഇനീക്വാലിറ്റി കൊണ്ടുണ്ടാകുന്ന മെറ്റീരിയൽ ഡിപ്രവേഷൻ അഥവാ ഭൗതികപരമായിട്ടുള്ള ഒരു ജീർണത മനുഷ്യർക്ക് നേരിടുന്നു. അത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു. അതോടുകൂടി തന്നെ ഈ ലിബറൽ നയങ്ങളും ലിബറൽ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് ഈ ജീർണത സംഭവിച്ച സമൂഹത്തിലേക്ക് പ്രത്യേകിച്ചൊന്നും മുമ്പോട്ട് വയ്ക്കാനില്ല.
എല്ലാവരും സമാധാനത്തോടെ ഇരിക്കൂ, എല്ലാവരും യുക്തി ഉപയോഗിക്കൂ, എല്ലാവരും അൺബയസ്ഡ് ആകൂ എന്നൊക്കെ പറയാനുള്ള ഒരു കുറേ വാക്കുകളുടെ കളിയല്ലാതെ മാറ്റത്തെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കാനോ ആളുകളുടെ മെറ്റീരിയൽ കണ്ടീഷൻസ് ശരിയാക്കും എന്ന പ്ലാനുകൾ ഡിവൈസ് ചെയ്യാനോ അത് കൊണ്ടുവരാനോ അവർക്ക് പറ്റാതിരിക്കുന്നു. അപ്പം ബേസിക്കലി ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഫാർ റൈറ്റ് പോപ്പുലിസം ഇപ്പോൾ പല രാജ്യങ്ങളിലും വളരുന്നത്.